നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് 13/1/2023 നടന്ന SSC GD കോൺസ്റ്റബിൾ 2022 എക്സാമിൻ്റെ ഷിഫ്റ്റ് 3 ചെയ്യാൻ പോകുന്നത്. മാത്സിലെ എല്ലാ പ്രോബ്ലവും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടോയ് ഉണ്ട്, അതെന്ന് പറയുന്ന ഒരു കോൺ മൗണ്ടഡ് ഓൺ ദ ഹെമിസ്ഫിയർ ഷേപ്പാണ്. അപ്പം ദ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയല്ല, റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയറും കോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സ്ഥലം. അത് 7 സെൻറ്റിമീറ്റർ ആണ്. അത് ഹൈറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടോട്ടൽ ടോയ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഷേപ്പ് എന്താ? ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അടിയിൽ ഒരു ഹെമിസ്ഫിയർ വരുന്ന പോലെ. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കാണാൻ വേണ്ടി എന്താ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ സർഫസ് ഏരിയ അല്ല, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? πr/L ആണ്. പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം സ്ഫിയറിൻ്റെ 4πr² ആണ്. അപ്പം അത് ബൈ 2 ചെയ്യുമ്പോൾ 2πr² വരും. ഇത് ചെയ്താൽ എന്താ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടോയ് കിട്ടും. നമുക്കിവിടെ എല്ലിൻ്റെ വാല്യൂ മാത്രം അറിയത്തില്ല. എൽ എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പം അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ എന്താ, ഹൈറ്റ് തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നേക്കുന്നത്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 7 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്ററാണ്. 5 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അതുപോലെ റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 7 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് വരുമ്പം എങ്ങനെയാണ് വരുന്നത്? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അതായത് 5² 25 പ്ലസ് എത്രയാണ് 49 കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? റൂട്ട് 74 എന്ന് വരും. അതാണ് എന്ത്, സ്ലാൻഡ് ഹൈറ്റ് വരുന്നത്. ഇനി ഇവിടെ എന്താ, ഈ πr രണ്ടിടത്തും കോമൺ ആണ്. അത് ഞാൻ പുറത്തെടുക്കുക. അപ്പോൾ അത് പുറത്തെടുക്കുമ്പം ബാക്കി ഇവിടെ എന്താ, L+2 ഒരാറേ പോകുള്ളൂ. മറ്റേ 6 അവിടെ കിടപ്പുണ്ട്, 2r കിട്ടും. ഇനി തന്നേക്കുന്ന വാല്യൂ എല്ലാം പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. അതായത് 22/7 × r എത്രയാണ്? 7 × L റൂട്ട് 74 പ്ലസ് 2 × 7 വരും. 2 × 7 ഇവിടെ ഈ 7 കട്ട് ചെയ്ത് പോയി. ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ എന്താ വരുന്നത്? 22 × റൂട്ട് 74 പ്ലസ് 42. ഇവിടെ ഈ 74ൻ്റെ വാല്യൂ എന്താണ്? 8 പോയിൻറ്റ് സംതിങ് വരും. കാരണം റൂട്ട് 9ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 81 വരുന്നത്. അതുപോലെ 8 64 വരുന്നത്. അപ്പം 64നും 81നും ഇടയ്ക്ക് വരുന്നൊരു വാല്യൂ ആണ് 74. ഇവിടെ 8.5 എന്ന് എടുക്കുക നമ്മൾ. പ്ലസ് 14 × 22 ചെയ്യുക. അപ്പം 22.5 ഇവിടെ വരും. 22.5 × 22 വരും. അതെത്രയാണ്? അപ്പം 495 വരുന്നത്. 495 അടുത്തുള്ള ഓപ്ഷൻ ഏതാ? 497 ഉണ്ട്, ഓപ്ഷൻ 3. അതാണ് കറക്റ്റ് ആൻസർ. അപ്പം എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ, ഇതിൻ്റെ മീൻ പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്തോളാം. മീൻ പ്രപ്പോർഷൻ കാണാൻ എന്താ, √AB ചെയ്താൽ മതി. അപ്പം √x+y the whole raised to 4 × x - y the whole raised to 4 എന്ന് എടുത്തോളാം. ഇനി രണ്ടും സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് x+y the whole square × x - y the whole square എന്നാവും. ഇനി എന്താ, ഇതിനെ ഞാൻ ഒന്നുകൂടെ സ്പ്ലിറ്റപ്പ് ചെയ്ത് എഴുതുക. അതായത് x+y × x+y × x - y × x - y എന്ന് എഴുതുക. ഇത് a+b × a-b ഫോമില. ഇത്രയും ഭാഗം എടുക്കുമ്പോൾ എന്താ, a+b × a - b ഫോമില. അപ്പോൾ അതിൻ്റെ എന്താ, a²
അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനെ ഞാൻ എന്താ, ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമില. അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പം ഒരു പേര് ഞാൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുത്തേക്ക്, അതുപോലെ വേറൊരു പേരും കൂടെ ഉണ്ട്, ഈ ഒരു പേരും കൂടെ ഉണ്ട്. അപ്പം അതിനെയും കൂടെ ചേർത്ത് ഞാൻ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതി. ഇനി എനിക്ക് ഇതിനെ ഇനി എങ്ങനെ എഴുതാൻ പറ്റില്ല, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ലേ ഇതിനെ. അപ്പം ഇതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 4 അല്ല, ഓപ്ഷൻ 4 അല്ല, ഓപ്ഷൻ 3. അപ്പം എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ആവറേജ് സാലറി ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 3000 രൂപയാണ്. അതിൽ തന്നെ എന്താ 12 ഹൈ ലെവൽ ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ സാലറി എന്ന് പറയുന്നത് 12000 രൂപയാണ്. പിന്നെ ഉള്ളവരുടെ സാലറി എന്ന് പറയുന്നത് ബാക്കിയുള്ള നോൺ ഓഫീസേഴ്സ് പോസ്റ്റുകളുടെ സാലറി എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ എന്താ അലിഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യാം, അതായത് സാലറി വെച്ച് അലിഗേറ്റ് ചെയ്യാം. അപ്പം 12000 ഓഫീസേഴ്സ് ലെവൽ പോസ്റ്റിൻ്റെ സാലറി, ബാക്കിയുള്ളവരുടെ എന്ന് പറഞ്ഞാൽ 2500 ഇനി ആ ഫാക്ടറിയിലെ മൊത്തം സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൊത്തം പേരുടെ സാലറിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3000 രൂപയാണ്. അപ്പം അത് 3000 നടുക്ക് എഴുതി. ഇനി ഇവരുടെ അതായത് ഓഫീസർ പോസ്റ്റിൻ്റെ എത്ര പേരുണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 12 പേരാണ്. ഇവിടുത്തെ നമുക്കറിയില്ല. നമുക്കിവിടെ അലിഗേഷൻ ചെയ്യുമ്പോൾ താഴെ കിട്ടുന്നത് എന്താ, ഈ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അതായത് ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. നമ്മൾ ആവറേജ് വെച്ച് അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ കിടക്കുന്ന ഈ ഡിനോമിനേറ്ററാണ് നമുക്ക് ഇവിടെ താഴെ ഈ പോർഷനിൽ അവരുടെ റേഷ്യോ ആണ് കിട്ടുന്നത്. ഡിനോമിനേറ്ററായിട്ട് എന്താണോ ഉള്ളത് അതിൻ്റെ റേഷ്യോ ആണ് താഴെ കിട്ടുന്നത്. അപ്പം ഇതെന്താ ബാക്കി ചെയ്യാം. അപ്പം ഇപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പം എത്രയാണ് വരുന്നത്, മൈനസ് ചെയ്യുമ്പം 2500 3000 2500 മൈനസ് ചെയ്താൽ ഇവിടെ 500 വരും. ഈസ്റ്റു 12000 3000 മൈനസ് ചെയ്ത് എത്രയാണ്, 9000 വരും. ഇത് വെട്ടുമ്പോൾ എത്രയാണ്, 1:18 വരും. നമുക്കിനി എന്താണ് ഈ 1ൻ്റെ വാല്യൂ ആണ് 12 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഈ 18ൻ്റെ വാല്യൂ എത്ര വരും, 18 × 12 ചെയ്യുമ്പോൾ 216 വരും. 12 കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ എംപ്ലോയി സ്ട്രെങ്ത് വരുന്നത്. 216 10 226 228 എൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് വരുന്നത്. അപ്പം ലാസ്റ്റ് ഓപ്ഷൻ 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ഫ്രാക്ഷൻ്റെ എല്ലാത്തിൻ്റെയും HCF ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് കാണാൻ എന്ത് ചെയ്യണ്ടേ, മുകളിലത്തെ എല്ലാത്തിൻ്റെ HCF, അതായത് ന്യൂമറേറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും HCF ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും LCM. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എടുക്കും എന്താണ് 5ഉം 15ഉം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് HCF എന്തായിരുന്നു 5 എന്ന് എഴുതായിരുന്നു. പക്ഷെ എന്താണ് 3 കൂടെ ഉണ്ട്. അപ്പം 3 5 15ന് കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ല. അപ്പം എന്താ 1 തന്നെയാണ് വരുന്നത്. 1 ആണ് ഏറ്റവും വലിയ ഫാക്ടർ. താഴത്തെ LCM എടുക്കാം. 8ൻ്റെയും 16ൻ്റെ LCM എന്താണ് 16 തന്നെയാണ്. ഇനി 12ൻ്റെ 16ൻ്റെ LCM എടുക്കുമ്പോൾ എന്താ 48 വരും. ഇതാണ് ആൻസർ വരുന്നത്. അതായത് 12 × 4 ചെയ്യുമ്പോഴാണ് 48 വരുന്നത്. അതേസമയം 16 × 3 ചെയ്താൽ 48 വരും. അപ്പോൾ എന്താ LCM 48 വരും. ഇവിടെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ 3rd ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, പോപ്പുലേഷൻ ഓഫ് എ ടൗൺ എന്ന് പറയുന്നത് 5% വെച്ച് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ ആഫ്റ്റർ 2 years എന്നായി വെച്ചേക്കുന്നത്. അതുപോലെ പ്രസൻറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16,000. അപ്പം 5 വർഷത്തിന് ശേഷം എന്താ
കോമ്പൗണ്ട് ചെയ്യും. പോപ്പുലേഷനൊക്കെ കോമ്പൗണ്ട് ചെയ്യുക ചെയ്യുന്നത് 5 + 5 + 5 × 5/100 വരും. അതായത് 10.25% വാല്യൂ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, 16,000 എന്ന് തന്നിരിക്കുന്നത്. എന്താ ചെറിയൊരു തിരുത്തുണ്ട്, അതായത് 10.25% വാല്യൂ അല്ല 16,000 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇപ്പം 2 വർഷത്തെ മുമ്പത്തെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കിത് 100% കണ്ടുപിടിച്ചാൽ 2 വർഷം മുമ്പത്തെ പോപ്പുലേഷൻ കിട്ടിയാണ്. പക്ഷേ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 16,000 ആണ്. അത് അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം എന്താകുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 100% എന്നുള്ള വാല്യൂ ആണ് എന്ത്, 16,000. നമ്മൾ ചോദിച്ചേക്കുന്നത് 110.25% വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോയി. 1% വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 160. അപ്പോൾ 110.25 × 160 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 17,640 വരും. ഇതാണ് 2 വർഷം കഴിഞ്ഞത്തെ പോപ്പുലേഷൻ. അത് എത്രയാണ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സമ്മ എത്രയാണ്, 2 വർഷം കൊണ്ട് ഇത്രയാവും, 3 വർഷം കൊണ്ട് ഇത്രയാവും കോമ്പൗണ്ട് ചെയ്യുമ്പം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം എന്നായി വെച്ചേക്കുന്നത്. അതായത് ഏതോ ഒരു എമൗണ്ട് 2 വർഷത്തിന് ശേഷം എത്രയാണ്, 30,250 ആവും. അതേസമയം 3 വർഷത്തിന് ശേഷം എന്താവും, 33,275 ആവും. നമ്മൾ ഇതിൻ്റെ രണ്ടിനെ റേഷ്യോ എടുക്കുക. ഇവിടെ 2 സൈഡിലും 5 കൊണ്ട് വെട്ടുക. ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ് വരുന്നത്, 6,050 എന്ന് വരും. ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോഴോ 6,655 എന്ന് വരും. ഒന്നും കൂടെ 5 കൊണ്ട് വെട്ടാം, 1,210 വരും. ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോഴോ 1,333 എന്നും വരും. എനിക്ക് ഇവിടെ ഈ നമ്പർ കണ്ടപ്പം ഫെമിലിയർ ആയിട്ട് തോന്നി. ഇതെന്താണ്, ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 11ൻ്റെ ക്യൂബാണ്. 121 × 11 ചെയ്യുമ്പോൾ കിട്ടുന്നത് 11331. അപ്പം ഞാനിവിടെ നോക്കിയപ്പം ഇതും എന്താണ്, ഇതും 11ൻ്റെ മൾട്ടിപ്പിളാണ്. 11ൻ്റെ മൾട്ടിപ്പിളാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, 2 അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പർ കൂട്ടി നോക്കുക. 2 + 0 1 + 1, അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം. ഇവിടെ കേസ് എന്താണ്, 2 + 0 എന്ന് പറയുന്നത് 2 വരും, 1 + 1 എന്ന് പറയുന്നത് 2 വരും, 2 - 2 0 വരും. അപ്പം ഇവിടെ കേസിൽ ഇതും എന്താണ്, 11ൻ്റെ മൾട്ടിപ്പിൾ. അപ്പം ഞാൻ രണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഇവിടെ 121 വരും, പിന്നെ എന്താ 110 വരും. ഇവിടെ ഒരു തവണയും കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും 11 കൊണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്രയാണ്, 10 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 11 വരും. ഇതെന്താണ്, ഇത് പ്രിൻസിപ്പളിൻ്റെ എമൗണ്ടിൻ്റെ റേറ്റ് ആണ്. അതായത് 10 എന്നുള്ളത് 11 ആയി. അപ്പം എന്താ 1/10 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ ഒരു കാര്യം മനസ്സിലായി, 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. ഇനി ഇത് ഈ 30,250 തന്നേക്കുന്ന 11 എടുക്കുക. എന്നിട്ട് ഈ എക്സ് എന്നുള്ളത് 10ൻ്റെ വാല്യൂ ആണ്. അപ്പം 11ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 10ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ, അതായത് 11ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 30,250. 10ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, ഇത് ഇൻറ്റു ഇത് ബൈ ഇത് ചെയ്താൽ മതി. അപ്പം 30,250/11 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 11 2 22 വരും. അപ്പം ഇവിടെ 22 വരും. അതായത് 1ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം 11 2 22 വരും. റിമൈൻഡർ 8 വരും. അപ്പം 82 ആയി. 82ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ, 77. അതായത് 11 × 7 ചെയ്യുമ്പോൾ 77 വരും. പിന്നെ റിമൈൻഡർ എന്താ, 4 വരും. 4 5 വരും, 55 വരും. 550 ആവാൻ എന്താണ് ഒരു 0 കൊണ്ട് 27,750 1% വാല്യൂ. അപ്പോൾ 10% വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27,750 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എന്തോ ഒരു കുഴപ്പം പറ്റിയല്ലോ. നമുക്കിവിടെ കിട്ടിയത് ചെറിയൊരു അബദ്ധം പറ്റി. അതായത് നമുക്കിവിടെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലെ വാല്യൂ ആണ്. ഇതെന്താണ്, ഇത് ഫസ്റ്റ് ഇയറിലെ വാല്യൂ ആണ്. നമുക്ക് എത്ര 27,500 കിട്ടിയത്. നമുക്ക് ഈ പ്രോസസ്സ് ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഇത് 27,500 11 ആയിട്ട് എടുത്തോളാം.
കഴിഞ്ഞ് ഇവിടെ എക്സ് വരും, അതായത് ഇവിടെ എക്സ് വരും. ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 കൊടുത്തോളാം. അപ്പം 27,500, 11ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 27,500 നമുക്ക് കണ്ടുപിടിക്കേണ്ട 10ൻ്റെ വാല്യൂ. 27,500 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പം 1ൻ്റെ വാല്യൂ കിട്ടും. അത് എത്രയാണ്? 2,500 കിട്ടും. അപ്പോൾ 10ൻ്റെ വാല്യൂ എത്രയാണ്? 25,000 കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. പിന്നെ എന്താ മനസ്സിലാവുന്ന പറയാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആണ് തുടക്കത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഇയർ ആയപ്പം അത് എത്രയായി? ഫസ്റ്റ് ഇയർ അറിയില്ല, സെക്കൻഡ് ഇയർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30,250 തന്നിട്ടുണ്ട്. തേർഡ് ഇയറും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 33,275. അപ്പോൾ ഇത് രണ്ടും കൂടെ എനിക്ക് വെട്ടി ഞാൻ ചെറുതാക്കിയിട്ട് എത്രയാണ്? 10 എന്നുള്ളത് 11 മനസ്സിലായി. അഥവാ 1/10 അല്ലെങ്കിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ചെയ്തത് എന്താണ്? ഫസ്റ്റ് ഇയറിലെ കണ്ടുപിടിക്കാനാണ് നോക്കിയത്. അതായത് ഇത് 10ഉം ഇത് 11ഉം ആയിട്ട് എടുത്തു. 11ൻ്റെ വാല്യൂ 30,250 എടുത്തിട്ട് 10ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ കിട്ടിയ എത്ര? 27,500 കിട്ടിയത്. ഇനി എന്താ 27,500 എന്നുള്ളത് ഞാൻ വാല്യൂ 11 എടുത്തു. കാരണം എന്താ? ഇവിടെ 10 എന്നുള്ളത് 11 ആവുക ചെയ്യുന്നത്. അപ്പം എല്ലാ വർഷവും 10 എന്നുള്ളത് 11 ആവുക ചെയ്യുന്നത്. അങ്ങനെ 10ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴാണ് എനിക്ക് 25,000 കിട്ടിയത്. അതായത് ഒരൊറ്റ സ്റ്റെപ്പിലും ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം 30,250 ഡിവൈഡഡ് ബൈ എത്രയാണ്? 10/11 ഒന്ന് ചെയ്യുക, പിന്നെ 10/11 ഒന്ന് ചെയ്യുക. 10/11 ചെയ്യുമ്പോൾ ഇവിടെ എത്തും, അത് ഒന്നുകൂടി ചെയ്യുമ്പോൾ ഇവിടെ എത്തും. അപ്പോൾ എത്രയാണ്? ഇത് 25,000 കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അത്ര സമയം പോകത്തില്ലായിരുന്നു. എനിക്കും ആദ്യം മാറിപ്പോയതാണ്. എന്താണ്? ഫസ്റ്റ് ഇയറിലാണ് ഞാൻ ആദ്യം എടുത്തത്. അത് കഴിഞ്ഞാൽ മനസ്സിലായി ഒരു തവണയും കൂടെ ബാക്കിലോട്ട് പോകണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ആൻഡ് ബി ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 30 days. എ വർക്ക് ടുഗദർ ഫോർ 20 days. അതിനുശേഷം എന്താ? ബി ലെഫ്റ്റായി. ബി ലെഫ്റ്റ് ആയതിനു ശേഷം 20 days കഴിഞ്ഞപ്പം എന്താണ്? എ ഫിനിഷ് ദ റിമൈനിങ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് എ ക്യാൻ എലോൺ ഫിനിഷ് ദ വർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? 30 ദിവസമാണ് ഓരോന്നിച്ച് ജോലി ഫിനിഷ് ചെയ്യുന്ന സമയം. ഇനി നമ്മളിവിടെ അടുത്ത് പറഞ്ഞേക്കുന്നതാ എ പ്ലസ് ബി 20 ദിവസം ഒന്നിച്ച് ജോലി ചെയ്തു. 20 ദിവസം ഒന്നിച്ച് ചെയ്തു. അതായത് 30 ജോലി തീർക്കേണ്ട സ്ഥലത്ത് 20 ജോലി അവരൊന്നിച്ച് ജോലി ചെയ്തു. മൊത്തം എത്ര? 2/3 ഓഫ് ദ ജോബ് കംപ്ലീറ്റ് ചെയ്തു എ പ്ലസ് ബി. 2/3 ഓഫ് ദ ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത്? ബി ലെഫ്റ്റ് ആവുന്നത്. ഇനി ബാക്കി ജോലി എന്താ? എ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അതായത് 2/3 ജോലി തീർന്നു കഴിഞ്ഞു. ബാക്കി എത്രയാണ്? 1/3 ജോലിയുള്ളൂ. ഇത് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 20 ദിവസം കൊണ്ട് എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. 20 days വരും. അപ്പം ഇനി എന്തായാലും എ പ്ലസ് ബിയുടെ എയുടെയും കൂടെ ചേർത്ത് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. വെട്ടി കളഞ്ഞിട്ട് എ തന്നെ 1/3 ജോലി ചെയ്യാൻ 20 ദിവസം എടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/3 ജോലി ചെയ്യാൻ എ 20 ദിവസം എടുത്തു. അങ്ങനെയാണ്. അതായത് 3/3 1 ജോലി ചെയ്യാൻ, മൊത്തം ഫുൾ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 20 × 1/1/3 വരും. അതായത് × 3 വരും. ഇത് കറങ്ങി പോകുമ്പോൾ × 3 വരും. എത്ര? 60 വരും. അപ്പം ആ ജോലി ഫുള്ള് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 60 ദിവസം എടുക്കും. അതായത് ആ ജോലി ഫുള്ള് ചെയ്യാൻ 60 ദിവസം എടുക്കും. ഇനി ഇവരുടെ രണ്ടുകൂടെ LCM എടുക്കുക. LCM എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 60 തന്നെയാണ് LCM വരുന്നത്. അപ്പം 60 ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പം ഇവിടെ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് 2 വരും. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1 വരും. ഇനി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എ തന്നെ ചെയ്യുന്ന പറയുന്നത്. അപ്പം ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ അത് എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 60 വരും.
ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പുള്ളി 15,000 രൂപയ്ക്ക് സംഭവം സെറ്റിൽ ചെയ്തപ്പം 3,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3,000 ഡിവൈഡഡ് ബൈ 15,000. ചെറിയൊരു തെറ്റ് പറ്റി, 15,000 വരത്തില്ല. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് തന്നേക്കുന്നത് 15,000. അതിനകത്ത് പ്രോഫിറ്റ് 3,000 തന്നിട്ടുണ്ട്. അപ്പോൾ 15,000 മൈനസ് 3,000 ചെയ്യുമ്പം ആണ് എന്ത് കോസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളതാണ് എന്ത് പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് 3,000 തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രയാണ് തന്നേക്കുന്നത് 15,000 തന്നിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മൈനസ് പ്രോഫിറ്റ് കുറയ്ക്കണം. അപ്പം 15,000 നിന്ന് 3,000 കുറച്ചാൽ ബാക്കി എന്താ 12,000 ഉള്ളൂ. ഇതാണ് എന്ത് കോസ്റ്റ് പ്രൈസ്. അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എപ്പോഴും കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ്, പ്രോഫിറ്റ് ഏൺഡ് ബൈ കോസ്റ്റ് പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 12,000 ഇൻറ്റു 100 വരും. അപ്പം ഇതങ്ങനെ തന്നെ വെട്ടിപ്പോയി 1/4 വരും. 1/4 വാല്യൂ എത്ര, 25% വരും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ 2. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ABC ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 40/3 days. പിന്നെന്താ അവർ 3 പേരും കൂടെ ജോലി ചെയ്ത് തുടങ്ങി. എന്താണ് ആഫ്റ്റർ 5 days എ ലെഫ്റ്റ് ദ വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ബിയും സിയും കൂടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് 17 ദിവസം കൊണ്ടാണ്. അങ്ങനെയാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് എ എലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നിട്ടുള്ള അതുപോലെ എടുത്ത് എഴുതാം. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ് 40/3 ഡേയ്സ് എടുക്കും. ഇവർ 3 പേരും കൂടെ എന്താണ് അപ്പോൾ ഇവർ 3 പേരും കൂടെ എത്ര ദിവസം വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, 5 ദിവസം വർക്ക് ചെയ്തു. അത് എത്ര വർക്ക് കംപ്ലീറ്റ് ആയിട്ടെന്ന് നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് എ ലെഫ്റ്റായി, ബി പ്ലസ് സി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു, 17 ദിവസം കൊണ്ട് ചെയ്തു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന ലോങ് മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു, അതായത് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി ഇൻറ്റു 40/3 എന്ത് വർക്ക് വരുന്നത്. അത് ഈക്വൽ ടു ഇവർ എ പ്ലസ് ബി പ്ലസ് സി എത്ര 5 ദിവസം നിന്ന് ജോലി ചെയ്തു. അതിനുശേഷം എ ലെഫ്റ്റായി, ബി പ്ലസ് സി 17 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്ത് ടോട്ടൽ വർക്കാണ് വരുന്നത്. ഇവിടെ എന്താണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതെന്ന് കാണിക്കുന്നതാണ്. അപ്പം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും സെയിം സാധനം തന്നെ വരുന്നത്. ടോട്ടൽ വർക്ക് വരും, ആ വർക്ക് എങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്തതെന്ന് ഇപ്പുറത്തും വരും. എല്ലായിടത്തും എന്താ എഫിഷ്യൻസി ടൈം ആ പാറ്റേണിൽ തന്നെ പോയിരിക്കുന്നു. ഇനി ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 40 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 5 3 15 വരും, പ്ലസ് ബി പ്ലസ് സി അതുപോലെ എടുത്തെഴുതുക 17 ഇൻറ്റു 3 എന്ന് പറയുന്നത് 51 വരും. ഇനി ഇത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40A പ്ലസ് 40B പ്ലസ് 40C ഈക്വൽ ടു 15A പ്ലസ് 15B പ്ലസ് 15C പ്ലസ് 51B പ്ലസ് 51C എന്ന് വരും. അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, കാരണം ഇവിടെ എല്ലാം 15A 15B 15C. അപ്പം 40A മൈനസ് ചെയ്യുമ്പം 25A പ്ലസ് 25B പ്ലസ് 25C എന്ന് പറയുന്നത് ഈക്വൽ ടു 51B പ്ലസ് 51C വരും. ഞാനിവിടെ എ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബി പ്ലസ് സി വേറെ സൈഡിലേക്ക് നിർത്താൻ പോകാം. അതായത്
25A ഈസിക്കൽ ടു 51B മൈനസ് 25B പ്ലസ് 51C മൈനസ് 25C വരും. അതായത് 25A ഈസിക്കൽ ടു 26B പ്ലസ് 26C എന്ന് വരും. ഇനി 26 കോമൺ പുറത്തെടുത്താൽ 25A എന്ന് പറയുന്നത് ഈക്വൽ ടു 26 ഇൻറ്റു B പ്ലസ് C വരും. അതായത് A ബൈ B എന്ന് പറയുന്നത് A ബൈ B പ്ലസ് C എന്ന് പറയുന്നത് എത്രയാണ്? 26/25 വരും. ഇത് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയാണ്. എനിക്ക് ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് കാണാൻ എന്താ A പ്ലസ് B പ്ലസ് സിയുടെ എഫിഷ്യൻസി ഇൻറ്റു 40 ചെയ്താൽ മതി. അപ്പം എയുടെ എഫിഷ്യൻസി ഇതും ബിയുടെ എഫിഷ്യൻസി B പ്ലസ് സിയുടെ എഫിഷ്യൻസി ഇതുമാണ്. അപ്പോൾ 26 പ്ലസ് 25 ഇൻറ്റു 40 ചെയ്താലാണ് ടോട്ടൽ വർക്ക് കിട്ടുന്നത്. അപ്പം ഇതാണ് ടോട്ടൽ വർക്ക്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എ തന്നെ ആ ജോലി ചെയ്യാൻ എത്ര നാൾ എടുക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 26 എന്താ ഈ എയുടെ എഫിഷ്യൻസിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇപ്പം നമ്മൾ മനസ്സിലായി കാണും എ എന്തിനാ ഒരു സൈഡിൽ നിർത്തിയതും, അതായത് ഇവിടെ ഇവിടെ എ ഒരു സൈഡിൽ നിർത്തിയത് B പ്ലസ് സി വേറെ സൈഡിലേക്കും കൊണ്ടുവന്നു. കാരണം നമുക്ക് എയുടെ എഫിഷ്യൻസി മാത്രം മതിയാകും. ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എന്താ എ ആ ജോലി ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര 680/26 വരും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 26 വരും. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ 3 26 വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ മെത്തേഡ്. ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ടോട്ടൽ വർക്ക് 40 എടുക്കാം. ഇവിടെ ടോട്ടൽ വർക്ക് 40 എടുത്തു കഴിഞ്ഞാൽ 40/40 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 3 വരും. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 3 എന്നാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർ 3 പേരും കൂടെ 5 ദിവസം നിന്ന് വർക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 ഇൻറ്റു 3 ആണ്. കാരണം ഇവരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 3 ആണ് നമുക്ക് കിട്ടിയത്. 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 ജോലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ള ബാക്കിയുള്ള ജോലി എന്താ? ബാക്കിയുള്ള ജോലി 25 ജോലിയാണ് ഇവർ 17 ഡേയ്സ് കൊണ്ട് തീർത്തത്. ഇതിൽ നിന്ന് B പ്ലസ് സിയുടെ എഫിഷ്യൻസി എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പം 25 ജോലി ചെയ്തു 17 ദിവസം കൊണ്ട് ഡിവൈഡഡ് ബൈ 17. 25/17 ചെയ്യുമ്പം ഒരു ദിവസത്തെ ജോലി കിട്ടും. അതാണ് അവരുടെ എഫിഷ്യൻസി. ഇനി എനിക്കിവിടെ എന്താണ് A പ്ലസ് B പ്ലസ് സിയുടെ എഫിഷ്യൻസി 3 എന്നറിയാം. B പ്ലസ് സിയുടെ എഫിഷ്യൻസി 25/17 എന്ന് പറയാം. അപ്പം അതെന്താണ്? 3 25 മൈനസ് 17 കുറച്ചാൽ എന്താ എയുടെ എഫിഷ്യൻസി കിട്ടും. എയുടെ എഫിഷ്യൻസി നമുക്ക് ഇവിടുന്ന് കിട്ടും. എൽസിയം എടുത്ത് ചെയ്യുമ്പോൾ എത്ര? 26/17 എന്ന് വരും. ഇതാണ് എയുടെ എഫിഷ്യൻസി. നമുക്ക് എന്താണ്? ടോട്ടൽ വർക്കും അറിയാം, എയുടെ എഫിഷ്യൻസി അറിയാം. അപ്പം ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ ചെയ്യുവാണെങ്കിൽ എന്താണ്? ടൈം ടേക്കൺ ബൈ എ കിട്ടും. അപ്പം 40 ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 26/17 വരും. അപ്പോൾ ഇവിടെ എന്താ? ഇത് 17 ഇൻറ്റു 17 ആവും. റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ 40 ഇൻറ്റു 17 ചെയ്യുമ്പോൾ എത്രയാണ്? 680 വരും. 680/26 മുകളിൽ താഴെ 2 കൊണ്ട് വിട്ടുമ്പോൾ 340/13 വരും. അതെന്ന് പറയുന്നത് ഈക്വൽ ടു 26 പോയിൻറ്റ് സംതിങ് വരും. അതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ. അങ്ങനെ നമുക്ക് 26 തന്നെ കിട്ടി. അപ്പോൾ എളുപ്പവഴിയാണെങ്കിൽ എന്താണ്? കുറച്ച് കറങ്ങിപ്പോകേണ്ട പരിപാടിയാണ്. 2 മെത്തേഡിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പറാണ്. അത് 12 കൊണ്ടും 15 കൊണ്ടും 25 കൊണ്ടും ഡിവൈഡ് ആവണം. ആ നമ്പറിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ പറയുന്നതിൽ ഏത് റിമൈൻഡർ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം LCM ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? 12, 15 പിന്നെ 25ൻ്റെയും കൂടെ LCM കാണണം.
ഒരു 15ൻ്റെ 25 LCM എത്ര 75 വരുന്നത്. ഇനി 12ൻ്റെ 75ൻ്റെ കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് 300 LCM വരുന്നത്. അപ്പം ഇതിൻ്റെ മൊത്തത്തിൽ LCM വരുന്നത് 300 വരും. ഇനി 300ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് സംഖ്യ എത്രയാണ് 1 ഇട്ടിട്ട് 5 0 ഇടുന്നതാണ് ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് സംഖ്യ. ഇവിടെ 1,00,000 ഡിവൈഡ് ബൈ 300 ചെയ്യുമ്പോൾ എത്രയായിരുന്നു 0 കട്ട് ചെയ്ത് പോയി. 1000 ഡിവൈഡ് ബൈ 9 ചെയ്യും. അപ്പം 3 ആർ 9 വരും. 1 റിമൈൻഡർ. പിന്നെ എന്താണ് ഈ 10 എടുക്കുമ്പം പിന്നെയും 3 വരും. പിന്നെ 1 റിമൈൻഡർ. അപ്പം പിന്നെ റിമൈൻഡർ 1/3 ആണ്. ഇവിടെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആകുമായിരുന്നു. അപ്പം 300 ഇൻറ്റു ഇതെന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറാണ്. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 9,9,9,0,0 കിട്ടും. ആണ് ഹയസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 300 കൂടെ കൂട്ടിയാൽ ലോവസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും. അപ്പം 99,900 കൂടെ 300 കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് പ്ലസ് 300 കൂട്ടുമ്പം 1,200,000 വരും. അതായത് 1,200,000 വരും. ഒരു 0 കുറവുണ്ടല്ലേ 1,200,000 വരും. ഇതാണ് ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 300 എന്ന് പറയുന്നത്. ഇതിനെ 9 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുമ്പം റിമൈൻഡർ എന്ത് വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എന്താ വരുന്നത് 9 വരും. അപ്പം റിമൈൻഡർ 1 വരും. അവിടെ പിന്നെ ഒരു 9 പോകത്തുള്ളൂ. കാരണം 10ൽ ഒരു 9 പോകത്തുള്ളൂ. അപ്പം അവിടെ പിന്നെ റിമൈൻഡർ 1 വരും. 12ൽ എത്ര 9 പോകും. പിന്നെ ഒരു 9 പോകത്തുള്ളൂ. അവിടെ 1 വരും. റിമൈൻഡർ എത്രയാണ് 3 വരും. 30ൽ 9 3 തവണ പോകും. അപ്പോൾ 27 വരും. അപ്പോൾ ഇത് 27 വരും. 27 റിമൈൻഡർ എത്രയാണ് 3 വരും. 30 വരും. പിന്നെ ഒരു 3 കൂടെ പോവും. അപ്പോൾ പിന്നെ 27 വരും. റിമൈൻഡർ എത്രയാണ് ഇത് കഴിഞ്ഞാൽ റിമൈൻഡർ 3/9 വരും. ഇവിടെ റിമൈൻഡർ എത്രയാണ് വന്നേക്കുന്നത് 3 റിമൈൻഡർ വന്നേക്കുന്നത്. അപ്പം എന്താണ് ഓപ്ഷൻ ഫസ്റ്റ് 3 കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും ഒരു ട്രെയിൻ ഡൽഹി ടു ഡെറാഡൂൺ 120 കിലോമീറ്ററും തിരിച്ച് ഡെറാഡൂൺ ടു ഡൽഹി 130 കിലോമീറ്റർ സ്പീഡിൽ പോയി. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം സെയിം ഡിസ്റ്റൻസ് വിത്ത് 2 ഡിഫറൻറ്റ് സ്പീഡാണെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് 2 × 2ab/a+b ആണ്. അപ്പം എയ്ക്കും ബിക്കും ഇവിടെ 120 130 ഇട്ടുകൊണ്ടാൽ 2 × 120 × 130/120 + 130 2 × 120 × 130/250 വരും. രണ്ടിടത്തും 5 കൊണ്ട് കിട്ടുമ്പോൾ എത്ര 120/5 ചെയ്യുമ്പോൾ 24 വരും. ഇവിടെ 25 225 വരും. 25 50 വരും. ഇനി ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര ഇവിടെ 10 വരും. 26 വരും. 10ഉം 2 കൂടെ വെട്ടുമ്പോൾ 5 വരും. 24 × 26 ചെയ്യുമ്പോൾ 624 വരും. ഡിവൈഡ് ബൈ 5. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് 5 12 ചെയ്യുമ്പോഴാണ് 60 വരുന്നത്. അപ്പം 12 2 റിമൈൻഡർ 5 4 20 വരും. അപ്പം 20 4 റിമൈൻഡർ വരും. 124 ആൻഡ് 4/5 ആണ് കറക്റ്റ് വരുന്നത്. 4/5 124.8 ഇതാണ് കറക്റ്റ് വരുന്നത് ഓപ്ഷൻ 4. അപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് ഈസ് 14% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. ഇഫ് എ ഡിസ്കൗണ്ട് ഓഫ് 14% ഈസ് ഗിവൺ ഓൺ മാർക്കറ്റ് പ്രൈസ് വാട്ട് ഈസ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് എന്നായി വെച്ചേക്കുന്നത്. നമുക്ക് 14%-ന് 14/100 എന്ന് എഴുതാം. അപ്പം വെട്ടിപ്പോക്ക് എത്രയാണ് 7/50 വരും. അതിൽ നല്ലത് എന്താണ് ഡയറക്റ്റ് എടുക്കുന്നതാണ്. കാരണം നമുക്ക് കോസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് അതുപോലെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ നേരിട്ട് എടുക്കുന്നതല്ല. അപ്പം കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 14% KT പ്രൈസ് ചെയ്തില്ല. അപ്പം 114 ആയി.
ഇനി മാർക്കറ്റ് പ്രൈസിലാണ് എന്ത് 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസിൽ 14% ഡിസ്കൗണ്ട് കൊടുത്ത് സെല് ചെയ്യുമ്പോൾ എത്രയാണ്? 114 × 86/100 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 98.04 എന്ന് പറയും. നമ്മളോട് ചോദിച്ചേക്കുന്ന പ്രോഫിറ്റ് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എത്ര ശതമാനം കൂടി, എത്ര ശതമാനം കൂടി എന്നല്ല, എത്ര ശതമാനം കുറഞ്ഞു? 1.96 കുറഞ്ഞു. എത്രയില്ല? 100. × 100 ചെയ്യുമ്പോൾ 100 വെട്ടിപ്പോയി 1.96 ലോസ് വരും. അപ്പം ഇവിടെ ആൻസർ എത്രയാണ് വരുന്നത്? 1.96 ലോസ്. സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സിംഗിൾ ഡിസ്കൗണ്ടാണ് ചോദിച്ചേക്കുന്നത്. 10, 20, 40% സിംഗിൾ ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത്? അപ്പോൾ 10ഉം 20 എടുക്കുമ്പോൾ എത്രയാണ്? 10 + 20 - 10 × 20/100 10ൻ്റെ 20ൻ്റെയും കൂടി എടുക്കുമ്പോൾ വരുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാണ്ട് 40. അപ്പം ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 30 - 2 വരും. 28% ഡിസ്കൗണ്ട് ഇൻ ടോട്ടൽ വരും ഇവിടെ. ഇനി 28ഉം 40ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര വരും? അതായത് 28 + 40 - 28 × 40/100 വരുന്നത്. 28ഉം 40ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 68 വരും. 68 - ഇതൊന്ന് ചെയ്യുമ്പോൾ എത്ര? 11, 20 വരും. അത് /100 ചെയ്യുമ്പോൾ എത്രയാണ്? 11.20 ആണ് കുറയ്ക്കേണ്ടത്. 68ൽ നിന്ന് 10 പോയാൽ എത്രയാണ്? 58. 58ൽ നിന്ന് 1 പോയാൽ 57. 57 പിന്നെയും കുറയും. 56.80 ആണ് വരുന്നത്. അപ്പം ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഫസ്റ്റ് 56 × 4/5 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പറിന് എന്താ? A എന്ന് എടുത്തോളാം. സെക്കൻഡ് നമ്പറിന് B എന്ന് എടുത്തോളാം. അപ്പം 75% ഓഫ് ദ ഫസ്റ്റ് നമ്പർ, അതായത് A × 3/4 എന്ന് പറയുന്നത് = 60% ഓഫ് ദ സെക്കൻഡ് നമ്പർ, അതായത് 60% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3/5 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ A/D ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം B ഇപ്പുറത്തേക്ക് വന്നു. അപ്പം ഈ 3/4 അങ്ങോട്ട് വരും. അപ്പം എങ്ങനെയാണ് വരുന്നത്? 3 × 4/5 × 3 വരും. അതായത് 12/15. അതായത് വെട്ടിക്കളയുമ്പോൾ എത്രയാണ്? 6/, അല്ല, അതായത് 3 4s are 12, 3 5s are 15. 4:5 ആണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ 2. ഇപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വോളിയം ഓഫ് ദ കോണാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റേഡിയസ് ഓഫ് ദ ബേസ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര? 20 സെൻറ്റിമീറ്ററും. അപ്പം വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 1/3 πr² ആണ് ഫോർമുല. അപ്പോൾ 1/3 × 22/7 × r എത്രയാണ്? 21 × 21 × 20 വരും. അപ്പം 7ഉം 21 കൂടെ വെട്ടിപ്പോവും, 3 വരും. 3ഉം 7ഉം കൂടെ 3ഉം 21 കൂടെ വെട്ടിപ്പോവും, 7 വരും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 22 × 21 × 20 വരും. 21 × 21 എന്ന് പറയുന്നത് 21² 441. 441 കൂടെ ഒരു 21 കൂടെ കൂട്ടിയാൽ 462 വരും. × 20. 462ൻ്റെ ഇരട്ടി എത്രയാണ്? 924 ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4. എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താ? മീൻ പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ മീൻ പ്രപ്പോർഷൻ കാണാൻ എന്താ? √A/B ചെയ്താൽ മതി. ഇപ്പോൾ √18 × 32 എന്ന് വരും. ഞാനിവിടെ ഈ √8 എന്താ? 9 × 2 എന്ന് എഴുതാൻ പോവാം. × 32 അതുപോലെ എന്താ? 16 × 2 എന്ന് എഴുതാൻ പോവാം. ഈ 9 റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ 3 ആവും.
ഈ 16 റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ 4 ആകും. ബാക്കിയുള്ള ഈ 2 × 2 ആകും, അത് പുറത്ത് വരുമ്പോൾ 2 ആവും. ആൻസർ എന്താ വരുന്നത്? അപ്പം 3 4 are 12, 12 × 2 24 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 2. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അലമാര വാങ്ങി, എത്ര രൂപയ്ക്ക്? 14,360 വാങ്ങി. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ടേഷന് 240 രൂപ ചിലവാക്കി. അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ബി സോൾഡ് ടു ഗെയിൻ 15%? അതായത് 14,360 രൂപ പ്ലസ് 240 അയാൾക്ക് മൊത്തം കോസ്റ്റ് പ്രൈസ് ആയിട്ട് ചിലവായത്. അപ്പോൾ 0 0 3 2 5 1 6 4 1 14,600 രൂപയാണ് അയാൾക്ക് മൊത്തം ചിലവായത്. ഈ 14,600 രൂപയുടെ 15% എടുത്ത് അത് കൂട്ടി വേണം വിൽക്കാൻ. അപ്പോൾ 14,600 × 115/100 ചെയ്താൽ മതി. അപ്പോൾ ഇതും വെട്ടിപ്പോയി. 146 × 115 ചെയ്യുമ്പോൾ 16,790 വരും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോറി അല്ല, എന്താണ്, അതായത് ഈ പുള്ളി ആദ്യത്തെ 20 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 12 km/h. രണ്ടാമത്തെ 25 കിലോമീറ്റർ പോയെന്ന് പറയുന്നത് എത്രയാണ്? 10 km/h. ലാസ്റ്റ് കിലോമീറ്റർ എത്രയാണെന്ന് തന്നിട്ടില്ല, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. പക്ഷേ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 km/h ആണ് അയാൾ പോയ സ്പീഡ്. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് കണ്ടുപിടിക്കണം, അതാണ് ചോദിച്ചേക്കുന്നത്. വേറൊരു സംഭവം തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ 13 കിലോമീറ്ററാണ് ഇയാളുടെ ആവറേജ് സ്പീഡ് തന്നിരിക്കുന്നത്. ഇനി എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ എന്ന് പറഞ്ഞ ബേസിക് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? ആവറേജ് സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം വരും. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ വരുന്നത്? 20 പ്ലസ് 25 പ്ലസ് ഇത് നമുക്ക് അറിയില്ല, 10x എന്ന് എടുക്കാം. ഈസിക്കൽ ടു ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 13.5. അപ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പത്തിന് 17/2 എന്ന് എടുക്കാം, അല്ല 27/2 എന്ന് എടുക്കാം. ഈ ഓരോന്നിൻ്റെയും ടൈം കണ്ടുപിടിക്കണം. അതായത് 20 കിലോമീറ്റർ 12 km/h പോയ സമയത്ര ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ മതി. 20/12 ചെയ്യുക. 20/12 ഇതിന് 4 കൊണ്ട് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ 5/3 വരും. പ്ലസ് അടുത്ത ഇനി രണ്ടാമത്തെ ഡിസ്റ്റൻസ് പോയ ടൈം, അതായത് 25 കിലോമീറ്റർ 10 km/h പോയി. അപ്പോൾ 25/10 ചെയ്യുമ്പോൾ ഇവിടെ 5/2 എന്ന് വരും. 5/2 പ്ലസ് എക്സ് കിലോമീറ്റർ എത്ര? 15 km/h പോയി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളാം. ഇനി ഇവിടെ ഈ ഇക്വേഷനിൽ സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി എന്തൊരു ആൻസർ കിട്ടാൻ. അപ്പോൾ ഇവിടെ ഈ 20ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 45 പ്ലസ് എക്സ് എന്ന് വരും. ഇൻറ്റു 2 ചെയ്തോളുക. അതായത് ഈ 2 ഇവിടെ പോയി മൾട്ടിപ്ലൈ ചെയ്താണ് ഇത്. ഈസിക്കൽ ടു 27 × 5/3 പ്ലസ് 5/2 പ്ലസ് x/15 വരും. അപ്പം ഇവിടെ എന്താ വരുന്നത്? അതായത് ഇവിടെ എന്താ വരുന്നത്? 90 പ്ലസ് 2x വരും ഈക്വൽ ടു 27 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ LCM എടുക്കുമ്പോൾ എത്രയാണ്? 5 × 2 10 പ്ലസ് 5 × 3 15. അപ്പം 10 പ്ലസ് 15 വരുമ്പോൾ 25 വരും. 25/6 വരും. 25/6 പ്ലസ് x/15 ആണ് ഇത്രയും വരുന്നത്. ഇനി എന്താ? 90 പ്ലസ് 2x ഈക്വൽ ടു 27 ഇൻറ്റു 25/6 പ്ലസ് 27 ഇൻറ്റു x/15 ആണ്. ഇവിടെ എക്സിൻ്റെ ടൈമല്ല, ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. മുമ്പ്
വെട്ടിക്കളയാൻ പറ്റുന്നതെല്ലാം വെട്ടിക്കളയാം. അതായത് ഇവിടെ 3 × 2 6 വരും, 3 × 9 27 വരും. അതുപോലെ 3 × 9 27 വരും, 3 × 5 15 വരും. ഇനി 90 മൈനസ് 9 × 25/2 ഈക്വൽ ടു 9x/5 മൈനസ് 2x വരും. ഇനി ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 180 മൈനസ് 225 എത്രയാണ്? 2 ഈക്വൽ ടു 9x മൈനസ് 10x/5 വരും. അപ്പോൾ 180 മൈനസ് 225 മൈനസ് 45/2 ഈക്വൽ ടു -x/5 വരും. മൈനസും മൈനസും ക്യാൻസൽ ആയിപ്പോയി. 45 × 2 ചെയ്യും, 45 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 45 × 5 225, 225/2 ചെയ്യുമ്പോൾ 112.5 വരും. ഇത് ചെയ്യാറുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ എത്രയാണ്? ഓപ്ഷൻ 3 112.5 കിലോമീറ്റർ എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു കാർ എന്ന് പറയുന്നത് 1080 കിലോമീറ്റർ 240 മിനിറ്റിൽ കവർ ചെയ്തു. അങ്ങനെയാണ് സ്പീഡ് ഓഫ് ദ കാർ ഇൻ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്ററാണ്. അപ്പോൾ 1080 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1080 കഴിഞ്ഞ് 3 0 ഇട്ട് കൊടുത്തോളാം. ഇത്രയും മീറ്ററായി. ഇത് ഡിവൈഡ് ബൈ തന്നിരിക്കുന്നത് 240 മിനിറ്റ് എന്ന് പറഞ്ഞത്. 240 മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 അല്ല, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 240 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 × 60 ചെയ്യണം. 24 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 144 വരും. അത് കഴിഞ്ഞ് 2 0 ഇട്ട് കൊടുക്കണം. 144 സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. 144 0.2 സെക്കൻഡ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. 0 0 വെട്ടിപ്പോയി. മുകളിൽ താഴെ ഞാൻ എന്താണ് 12 കൊണ്ട് കിട്ടുക. അപ്പം 1080 അല്ല 10/800 12 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 900 വരും. ഇവിടെ 12ൻ്റെ സ്ക്വയറാണ് 144. ഈ മുകളിൽ താഴെ ഞാൻ 3 കൊണ്ട് കിട്ടുക. അപ്പം 900 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 300 വരും. ഇവിടെ 4 വരും. അപ്പം 300 ഡിവൈഡ് ബൈ 4 വരും. 300ൻ്റെ പകുതി 150, 150ൻ്റെ പകുതി 300ൻ്റെ പകുതി 150, 150ൻ്റെ പകുതി 75 കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഈ പുള്ളി കഴിഞ്ഞ തവണ 240 കിലോ മില്ലറ്റാണ് ഓർഡർ ചെയ്തത്. ഇത്തവണ 12% കൂടുതൽ ഓർഡർ ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഓർഡർ എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 12% എങ്ങനെ എഴുതാൻ പറ്റില്ല? 12/100 അതായത് 6/50 3/25. അപ്പം കഴിഞ്ഞ തവണ 25 ഓർഡർ ചെയ്തെങ്കിൽ ഇത്തവണ 25 3 28 ഓർഡർ ചെയ്യട്ടെ. 25ൻ്റെ വാല്യൂ എത്രയാണ് നയിക്കുന്നത്? 240 എന്നാണ് നയിക്കുന്നത്. അപ്പോൾ 28ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ട? 28 × 240/25 ചെയ്തോളാം. മുകളിൽ നിന്ന് 5 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 240/5 ചെയ്യുമ്പോൾ 48 വരും. ഇവിടെ 5 വരും. 5ന് 28നെയും കൂടെ കിട്ടുമ്പോൾ എത്രയാണ്? 5 and 3/5 വരും. അതായത് 5.60 × 48 ചെയ്യുക. 56 × 48 ചെയ്യുമ്പോൾ എത്രയാണ്? 2 6 8 ഒരു 8 കൂടെ വരും. അപ്പം ഇവിടെ ഒരു പോയിൻ്റ് മാറ്റി കുത്തിക്കോളാം. അപ്പം 2.68.8 വരും. 2.68.8 ഇതാണ് ആൻസർ. ഓപ്ഷൻ 2. നമ്മൾ ഫുള്ള് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഷിഫ്റ്റ് 3-ൽ.